ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സാരി ബോക്സ് പ്ലേറ്റിംഗ് ആണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാരിയാണ്. നമുക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ സാരി ഒറ്റയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പ്രത്യേകിച്ച് അത്ര പരിചയമില്ലാത്ത എനിക്ക്. സോ നമ്മളിത് ഓൾറെഡി ബോക്സ് പ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഐ തോട്ട് നമുക്കൊരു വീഡിയോ എടുത്തിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെങ്കിലും. സോ നോക്കാം. സോ ഇതാണ് നമ്മുടെ സാരി. ഫസ്റ്റ് നമ്മുടെ ഈ പല്ലുവിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് ഏകദേശം ബാക്കിൽ ഒരു അളവ് എടുത്തിട്ട് എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് പിടിക്കാം. അല്ലേ സെൽവ ഇപ്പം ഏകദേശം എൻ്റെ ഒരു ബോഡി ഫിഗറും ഒക്കെയാണ്. സോ അവൾക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഏകദേശം എനിക്ക് കറക്റ്റ് ആയിരിക്കും. നോക്കാം നമുക്കിത് ഫസ്റ്റ് ട്രൈയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലെങ്ത്തിൽ നമുക്കതിൻ്റെ പ്ലീറ്റ്സ് പിടിക്കാം. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഈ ടാസൽസ് വരുന്ന സംഭവമാണെങ്കിൽ ഈ ടാസൽസ് അകത്തേക്ക് വന്നിട്ട് ഈ പ്ലീറ്റ്സ് പിടിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് പിടിച്ചപ്പോൾ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഇത് വളരെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പറയുന്ന കേട്ടോ. ഒരെൻഡ് ഇങ്ങോട്ട് നോക്കിയിരിക്കണം, ഒരെൻഡ് ഇങ്ങോട്ടും നോക്കിയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ സാരിയുടെ പ്ലീറ്റ് എടുക്കുക. അതുപോലെ ഒരു ടേബിൾ കിട്ടുവാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. എന്നിട്ട് നമ്മൾ ആ പ്ലീറ്റ് പിടിച്ച ആ ഒരു പോർഷൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. വളരെ ഡെലിക്കേറ്റ് സാരി ആണെങ്കിൽ പിന്നെ കുത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കീറി പോകാതെ. സോ ഇതിൻ്റെ ഒരു പ്ലീറ്റ്സ് എങ്ങനെ എടുക്കാം എന്നാണ് പറയുന്നത്. ഈ നമ്മൾ പ്ലീറ്റ് കുത്തിയ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ സെക്യൂർ ആക്കുക. എന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ അറ്റത്തേറ്റ് നമ്മൾ ഏകദേശം നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് പിടിച്ച് പോയാൽ മതി കേട്ടോ. യെസ്, ഇപ്പം ഏകദേശം നമുക്ക് ആ ഒരു പ്ലേറ്റ് ഇത് ഏകദേശം കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു മടക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ. ഇവിടെ ഈ ടൈറ്റായിട്ട് ഇത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇപ്പുറത്ത് പിടിക്കുമ്പോൾ നമുക്കിത് കിട്ടുന്നത്. നമുക്കതായത് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇത് ചെയ്യണമെങ്കിൽ ദിസ് വിൽ ബി ആൻ ഓപ്ഷൻ. ഈ ഒരു പിന്നെ നമ്മൾ ആദ്യം ഹൈറ്റ് എടുത്തിട്ടൊന്ന് കുത്തിയതായിരുന്നു. അതായത് ഈ ലെങ്ത് എത്ര വേണം എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചതാണ്. ഇതായിരിക്കും നമ്മൾ ആ ബ്ലൗസിൻ്റെ ഭാഗത്ത് കുത്തുന്നത്. ഓക്കെ, ആ പിൻ തന്നെ അവിടെ നിന്ന് അഴിച്ചിട്ട് ഏകദേശം അവിടെ അത് ഇത് കംപ്ലീറ്റ് അങ്ങ് സെക്യൂർ ചെയ്യാം. സോ ഇപ്പം നമ്മൾ താഴെ മുകളിലും കുത്തി. ഇനി നടുക്കത്തെ ഭാഗം വേണം എന്നുണ്ടെങ്കിൽ ഒരു പിന്നും കൂടെ കൊടുത്ത് ഇവിടെയും കൂടെ, അതായത് രണ്ടിൻ്റെ മിഡിൽ പോർഷൻ വേണമെങ്കിൽ ഒന്ന് സെക്യൂർ ചെയ്യാം. യെസ്, വി ഗോട്ട് ഇറ്റ്. ഇറ്റ് ഹാപ്പൻഡ്. നമ്മളിപ്പോൾ എടുത്ത ഒരു പല്ലു പോർഷൻ നമുക്ക് അത് ക്ലിയർ ആയല്ലോ. അപ്പം നമുക്കിങ്ങനെ താഴേക്ക് ഇട്ടിട്ട് ഈ എടുത്ത് വച്ചേക്കുന്ന ഓരോ പ്ലേറ്റ്സ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പിടിച്ച് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്ക് ആ ഓരോ പ്ലേറ്റ്സ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഇതെടുത്തത്. സോ നമുക്കതങ്ങ് ആ ഓരോ പ്ലേറ്റ്സ് ആയിട്ടങ്ങ് അയൺ ചെയ്ത് വെക്കാം. സോ നമ്മൾ ഇനി ഇപ്പുറത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പല്ലു അവിടെ സെക്യൂർ ചെയ്തല്ലോ. ഇനി ഇവിടെ നിന്ന് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എവിടെ എടുക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടക്കിൻ ചെയ്യുന്ന പോർഷൻ ഏകദേശം നിങ്ങളൊരു പാൻറ്റോ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ഒന്ന് ടക്കിൻ ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഏകദേശം ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കും നമ്മളിനി പ്ലീറ്റ്സ് എടുക്കാൻ തുടങ്ങുന്നത്. ആ ഒരു പിൻ കുത്തിയ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. ഇവിടെ നിന്നാണ് നമുക്കിനി പ്ലീറ്റ്സ് എടുക്കേണ്ടത്. പതുക്കെ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആ പിൻ വന്ന പോർഷൻ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ആ പ്ലീറ്റ്സ് നമ്മൾ ഫസ്റ്റ് കുത്തിയ പിന്നാണിത്. അതായത് ഇവിടെ നിന്നാണ് നമുക്കിനി പ്ലീറ്റ്സ് എടുക്കേണ്ടിയിരുന്നത്. അപ്പം നമ്മൾ പിന്നെ അത് വിട്ടിട്ട്
ഇവിടുന്ന് ഇതെല്ലാം ഈക്വലി തന്നെയല്ലേ സെൽവ എടുത്തത്? ലൈക്ക് ഒന്നും കൂടുതലും കുറവൊന്നും ഇല്ലല്ലോ. എല്ലാ പ്ലീറ്റ്സും നമ്മൾ ഒരേ സൈസിൽ തന്നെ എടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ 1 2 3 4 5 6 7 8 പ്ലേറ്റ്സ് ആണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു പിന്ന് കുത്തിയേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചുറ്റി വരുമല്ലോ, നമ്മൾ ആ പല്ലു പോർഷൻ എടുത്തത്, നമ്മൾ ആ ലെങ്ത് എടുത്ത് വരുമ്പം അതിൻ്റെ ഒരു പോർഷൻ ഇവിടെ നിന്ന് നമ്മൾ മടക്കി കുത്തുമല്ലോ, ഇവിടെ കുത്തുന്ന പിൻ അത് എത്ര വേണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഭാഗത്തെ സംഭവം അതിൻ്റെ പിന്നാണ് ഇവിടെ. സോ അതാണ് നമ്മുടെ സ്റ്റോപ്പ് പോയിന്റ്, ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ്. ആ 2 പിന്നിനും ഇടയ്ക്കാണ് നമ്മൾ പ്ലീറ്റ് കുത്തേണ്ടത്. അതായത് നമ്മുടെ പല്ലു പോർഷൻ ചുറ്റി ഇവിടെ വന്ന് തീരുന്ന സ്ഥലത്തൊരു പിന്ന് കുത്തി, അതുപോലെ സ്റ്റാർട്ട് ചെയ്യേണ്ട അവിടെയും ഒരു പിന്ന് കുത്തി, അതിൻ്റെ ഇടയ്ക്കുള്ള 2 പോർഷൻ നമുക്ക് പ്ലീറ്റ് എടുക്കണം. സോ നമുക്കിപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇനി നമ്മൾ അകത്തേക്ക് പോകുന്ന പോർഷൻ ഈ പിൻ അറിയാലോ, ഇത് നമ്മൾ ഇവിടെ കുത്തിയത്. എന്നിട്ട് നമ്മൾ സാരി എടുത്തിട്ട് ഇങ്ങനെ കുത്തുമല്ലോ. അപ്പം നമ്മൾ ഇവിടെ ഒരു അളവ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഈ പിൻ. ആ പിന്നും കൂടെ ഇവിടേക്ക് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഈ പിൻ നമ്മൾ ഊരും, ഈ ബിഗ് പിൻ. എന്നിട്ട് ആ പിന്നിൻ്റെ സൈസിന് നമ്മളിവിടെ മടക്കി കുത്തും. അപ്പോൾ ഈ പിന്നിൻ്റെ ഈ ഇതും കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ ഉണ്ടോ ഇവിടെ, ഇത് നമ്മൾ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിയുമ്പോൾ തന്നെ ഈ സൈഡിൽ സംഭവങ്ങളൊക്കെ ഏകദേശം നമുക്ക് കിട്ടും. എന്താ ഇപ്പം തന്നെ കറക്റ്റായിട്ട് ആ ഒരു ഇത് വന്നിട്ടുണ്ട്. കൊടുക്കുന്ന സമയത്തൊന്ന് ഇതാക്കി കൊടുക്കാം. നമുക്ക് ബോക്സ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫ്രണ്ടിലത്തെ പോർഷനിൽ അതിനൊന്ന് നേരെ വെച്ച് അയൺ ചെയ്തെടുത്തിട്ട്, പിന്നെ നമ്മുടെ പല്ലു പോർഷനെ അതിലേക്ക് അതിൻ്റെ പുറത്തേക്ക് ഇടുക. എന്നിട്ട് നമ്മുടെ എടുത്ത ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ആക്കിയിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ഒരു മടക്കും കൂടെ കൊടുത്തിട്ട് പകുതിയാക്കി മടക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ തലകീഴാക്കി ആണ് അത് ഫോൾഡ് ചെയ്ത് തുടങ്ങേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ചുറ്റി എടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്ത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയൊരു ബോക്സ് പ്ലേറ്റിംഗ് ആണ്.